റെഡിങ് എക്സ്പി നിർത്തണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോ റെഡിങ് സിഗ്നൽ എന്റെ വണ്ടി എന്നെ മോന്ത പിടിച്ചു. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പീരായിരുന്നു അത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. എനിക്ക് അവനെ കിട്ടിയിരുന്നെങ്കിലല്ലോ, അവനെ പേടിച്ചിട്ടുണ്ടല്ലോ. അവനെ ഈ ഒരു പടത്തിലല്ല, മിക്ക സിനിമയിലും അവൻ്റെ ഈ പരിപാടിയാണ് മിക്ക പടത്തിനും. പിടിച്ചിട്ട് ഒരൊറ്റ അല്ല, എനിക്കറിയാൻ പറ്റത്തില്ല. ചോദിക്കുക ഇവനെ തമിഴ്നാട്ടിൽ ഇവൻ്റെ ഈ കോമഡി കാണുമ്പോൾ ആളുകളൊക്കെ അത്ര ചിരിക്കുന്നുണ്ടോ? ഇവനെങ്ങനെ ഇതിന് മാത്രം അവസരം കിട്ടുന്നതെന്ന് പറയും. ബോഡി ഷേമിങ് ആണെന്ന് പറയുമായിരിക്കും, പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. എന്നാലും അത്രയ്ക്ക് ദേഷ്യം വരും എല്ലാത്തിനും. ഇനി സിനിമയെക്കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലുണ്ടല്ലോ, കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് അവനെ ഈ സിനിമ കാണിക്കാൻ വേണ്ടി കയറ്റി ഇരുത്തണം. എന്നിട്ട് കഥക് പുറത്തുനിന്ന് പൂട്ടിക്കണം. ഒരു കാരണവശാലും ഇവൻ പുറത്ത് ചാടില്ല. അവൻ ചെവിക്കല്ലടിച്ച് പൊട്ടി മരിക്കും. അതുപോലെയാണ് സൂര്യക്കർണ അലറും അങ്ങ് ഈ സിനിമയിൽ അഭിനയിച്ചവരെല്ലാം ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ വല്ല തൊണ്ടവേദനയ്ക്കും വല്ല ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലെ കിടന്ന് അങ്ങോട്ട് കിടന്ന് ഭയങ്കര അലർച്ചയാണ്. ചെവിക്കല്ല് പൊട്ടിയിട്ട് എൻ്റെ ചെവിക്കിൻ്റെ മൂളക്കം ഇതുവരെ മാറിയിട്ടില്ല. കാർച്ച തീരുമ്പോൾ BGM ഒഴിഞ്ഞ ഒരു സമയമില്ല. സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ BGM ഇങ്ങനെ എൻ്റെ പൊന്നെ, ഇതുപോലെ BGM കുത്തിക്കയറ്റിയിരിക്കുമോ? അത് കഴിഞ്ഞ് സമാധാനമായിട്ട് സംസാരിക്കുന്നില്ല ആൾക്കാർ. എല്ലാവരും ഇങ്ങനെയാണ്, എല്ലാവരും ഭയങ്കര കലിപ്പ. അതിലൊരു ചെറുക്കനുണ്ട് കുരുപ്പ് പിടിച്ച ചെറുക്കൻ. സൂര്യയും ഈ ചെറുക്കനും തമ്മിൽ ഭയങ്കര കണക്ഷൻ, ഭയങ്കര അറ്റാച്ച്മെൻറ്റ് അതിൽ നമ്മൾ ഫീൽ ചെയ്യണം. നമുക്ക് സത്യം പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോഴത്തേക്ക് ആ ചെറുക്കനെ പിടിച്ച് ഒരൊറ്റ ഒരെണ്ണം കൊടുക്കാനാണ് തോന്നുന്നത്. ഒരു ഫീലിങ്ങും വരത്തില്ല. പടം തുടങ്ങിയിട്ട് അവസാനം വരെ കലപില എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡ് പോലും BGM ഇല്ല, ഡയലോഗും ഇല്ലാത്ത ഒരു ശകലം ഗ്യാപ്പ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് സമാധാനം കിട്ടിയിരുന്നെന്ന് ആലോചിച്ച്. അതുമില്ല. ഞാൻ ഓർത്ത് ആ പ്രൊജക്ടർ റൂമിലെങ്ങാനും പോയി ചെന്നിട്ട് ചേട്ടാ കുറച്ച് നേരത്തേക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കാമോ എന്നെങ്കിൽ ചോദിക്കണം എന്നുണ്ടായിരുന്നു. അതുപോലെയുടെ 2 കാലഘട്ടമാണ് കാണിക്കുന്നത്. അത് നമ്മുടെ ധീര സിനിമയില്ലേ, മഗധീര സിനിമ, അതിനകത്തെ പോലെ പഴയതും പുതിയതും പാലുകാച്ചിൽ താലികെട്ട് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ആ 10-20 മിനിറ്റ് ഉണ്ടല്ലോ, തലവേദന എടുത്തിട്ട് ഇറങ്ങിപ്പോയാലെന്ന് വരെ ആലോചിച്ചു. പിന്നെ പൈസ കൊടുത്ത് പോയാലല്ലേ, പിന്നെ ആലോചിച്ചാൽ അറിയോ, ഇനിയിപ്പോൾ പഴയ കാലഘട്ടം കാണിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നല്ലതായിരിക്കും, സൂപ്പറായിരിക്കും എന്നൊക്കെ ഓർത്തിരുന്നത്. അതിനേക്കാളും അപ്പുറം അവിടെ ഇരുന്ന് ഉരുകി സത്യം പറഞ്ഞാൽ ഉറങ്ങാനും പറ്റുമല്ല. ഈ ചെവിക്കല്ല് പൊട്ടിയിട്ട് ഒരു രക്ഷയില്ല. AK-47 എടുത്തിട്ട് യോഗി ബാബു ഒക്കെ ഇങ്ങനെ മറ്റേ കളിപ്പാട്ട കാണിക്കുന്നതല്ലേ, ഇങ്ങനെ ചുമ്മാ കാണിക്കുക. എന്ത് മര്യാദയ്ക്ക് നല്ലതായിട്ട് കൊണ്ടുപോകാവുന്ന കഥയായിരുന്നു, നാശിപ്പിച്ച് കുളം വരുത്തി. ഇതിനത് തെറ്റ് പറയല്ലോ, നല്ല കളർ ഗ്രേഡിങ് ഉണ്ട്, VFX ഒന്നും വലിയ കുഴപ്പമില്ല ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് കാര്യം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പടം കങ്കുവാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കെല്ലാം കങ്കുവാന്ന് സമ്മതിച്ചടേ. ഓരോ അര മിനിറ്റ് കൂടുമ്പോൾ എന്ത് കങ്കുവാ. ആ ചെറുക്കനെയൊക്കെ ആരാണ് കാസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല. എന്നെ പഴയ കാലഘട്ടത്തിലൊക്കെ കാണിക്കുമ്പോഴെങ്കില ആ ചെറുക്കനെ കാണുമ്പോൾ അവനാണ്ട് മറ്റേ ന്യൂജൻ പയ്യനായിട്ട് തന്നെ, അവനെ മേക്കപ്പ് ഇട്ടിട്ടും അവനെ ന്യൂജൻ പയ്യനായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ വെക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ, ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ട്. നല്ല കലക്കും. ഇതുകൊണ്ട് തന്നെ തലവേദന എടുത്തിട്ട് മേലെ ഇനി സെക്കൻഡ് പാർട്ടും കൊണ്ട് വരട്ടെ. നല്ല രസമുണ്ട്. ഇതിനകത്ത് സൂര്യ അമ്പ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ അമ്പയിലും പാമ്പിനെ കയറ്റിയാണ് വിടുന്നത്. ഇതിന് മാത്രം പാമ്പിനെ എവിടെ നിന്ന് കിട്ടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. സൂര്യക്ക് ആ ചെറുക്കനോടുള്ള പാസമാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. പാസം നമുക്ക് പാസമൊന്നും തോന്നുന്നില്ല. ആ മുടിഞ്ഞ ചെറുക്കൻ എവിടെയെങ്കിലും അവൻ്റെ തല പോയിരുന്നെങ്കിൽ നമ്മൾ ആലോചിക്കത്തുള്ളൂ. നമുക്ക് കണക്റ്റ് ആകത്തില്ല ഇവർ തമ്മിലുള്ള പാസം പണ്ടാരം അടങ്ങാൻ. എന്താണെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി അഥവാ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി ഇനി ക്യാൻസൽ ചെയ്താലും രക്ഷയില്ല. ഇനി പോകണമെന്ന് അത്രയ്ക്ക് നിർബന്ധമുള്ള ആളുകളാണെങ്കിൽ എന്നാ ചെയ്യുന്നതെന്നറിയോ, 2 കഷ്ണം പഞ്ഞി മേടിച്ചുകൊണ്ട് വേണം പോകാൻ. ചെവിക്കകത്ത് തിരികെ വെച്ചോ, കുറച്ച് ആശ്വാസം കിട്ടും.